ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്കൊന്നൊരു ഈസി ഫ്രൈഡ് റൈസ് റെസിപ്പി കണ്ടാലോ. നമ്മുടെ രീതിയിലുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. ഇത്രയും ക്യാരറ്റ്, ബീൻസ്, പിന്നെ ഗാർലിക്ക്, ഇത്രയും നമ്മൾ വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്കൊരു പാൻ വെച്ചിട്ട് അതിൽ ഗാർലിക്കും ജിഞ്ചറും കൂടെ നന്നായി സോട്ട് ചെയ്യണം. അതൊരു ബ്രൗൺ കളർ ആകുമ്പോഴേക്ക് അതിലേക്ക് കുറച്ച് ഒനിയനും പിന്നെ നമ്മുടെ സ്പ്രിംഗ് ഒനിയൻ്റെ കുറച്ച് ഒരു പാർട്ടും കൂടെ അതിലിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ശേഷം നമുക്ക് ബാക്കിയുള്ള ബീൻസും ക്യാരറ്റ്സും ഒക്കെ വെജിറ്റബിൾസും ഒക്കെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു സോൾട്ട് ഇട്ട് കൊടുക്കണം. പിന്നെ അതിലേക്ക് അത് വാടിയതിന് ശേഷം നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച് ഒരു പീസാക്കിയതാണ്. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്യണം. ഈ ടൈമിൽ നിങ്ങൾക്ക് പെപ്പറും സോൾട്ടൊക്കെ പാകത്തിനനുസരിച്ച് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ മറ്റൊരു പാനിൽ മുട്ട നമ്മൾ ഷ്രെഡ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത്. എന്നിട്ട് അതൊക്കെ ആ മിക്സിലേക്ക് മുട്ട കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നല്ലോണം മിക്സ് ചെയ്യുക, മുട്ടയും ചിക്കനും വെജിറ്റബിൾസും ഒക്കെ. പിന്നെ നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ഇനി റൈസ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ ഈസി ഫ്രൈഡ് റൈസ് റെസിപ്പി ഇത്രയേ ഉള്ളൂ.